സുഹൃത്തുക്കളെ, ഒരു തവണ കണ്ണുകളടച്ച് യോജിച്ചു നോക്കൂ. വൈദ്യുതിയില്ലാതെ, പൈപ്പിലൂടെ വെള്ളം വരാതെ, മൊബൈൽ സിഗ്നലുമില്ലാതെ, ഉയരമുള്ള പർവ്വതങ്ങളുടെ ഇടയിൽ മഞ്ഞുമൂടിയ ഏകാന്തമായ താഴ്വരകളിൽ ഒരു ചെറിയ കല്ലു വീട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിക്കേണ്ടി വന്നാൽ എങ്ങനെയിരിക്കും? ഏതു ദിവസവും സഹായം വരില്ല, ഏതു ദിവസവും ആധുനിക ലോകത്തിൻ്റെ ഓർമ്മ പോലും വരില്ല. എന്നിട്ടും ആ കുടുംബം ഇന്നും ചിരിച്ചുകൊണ്ട് ഒരാൾക്ക് ആധാരമായി ജീവിതം നയിക്കുന്നുണ്ടോ? ഇത് സിനിമയല്ല സുഹൃത്തുക്കളെ, യഥാർത്ഥ കഥയാണ്. അതെ, ഏഷ്യാഖണ്ഡത്തിൻ്റെ മധ്യഭാഗത്തുള്ള കിർഗിസ്ഥാൻ എന്ന രാജ്യത്ത് ഇത്തരമൊരു കുടുംബമുണ്ട്. അവർ ബിഷ്കെക് നഗരത്തിൽ നിന്നു വളരെ ദൂരെ പർവ്വതങ്ങളും മഞ്ഞും കാറ്റുകളും നിറഞ്ഞ ഒരു കല്ലുവീട്ടിൽ പൂർണ്ണ ഏകാന്തതയിൽ ജീവിതം നയിക്കുന്നു. വൈദ്യുതിയില്ല, നെറ്റില്ല, സൗകര്യങ്ങളൊന്നുമില്ല. ഈ സാഹചര്യത്തിലും അവർ ഓരോ ദിവസവും ഒരു വെല്ലുവിളിയായി നേരിട്ട് ജീവിക്കുന്നു. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ പ്രകൃതിയെ മാത്രം ആശ്രയിച്ച് അവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നു. ഇപ്പോൾ യഥാർത്ഥ വിഷയം എന്താണെന്നാൽ, ഈ ക്ലേശകരമായ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ആരംഭിച്ചു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇവിടെ യഥാർത്ഥ കാരണം ഭൂഗോളപരമാണ്. ഏഷ്യയുടെ മധ്യഭാഗത്തുള്ള തിയാൻഷാൻ പർവ്വതനിരകൾ എത്ര ഉയരത്തിലാണോ അത്രയും ശക്തമായി തണുപ്പും കാറ്റും മഞ്ഞും പെയ്യുന്നു. ഈ പ്രദേശം ഒരിക്കലും എളുപ്പത്തിൽ ജീവിക്കാൻ അനുയോജ്യമല്ല. ഉയർന്ന ഭൂപ്രദേശം, കുറഞ്ഞ ഓക്സിജൻ, കടുത്ത കാലാവസ്ഥ, ഇവയെല്ലാം ചേർന്ന് സാധാരണ ജീവിത രീതിയെ അസാധ്യമാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. ഒരു ചെറിയ ജോലി പോലും അവിടെ വളരെ പ്രയാസകരമായി മാറുന്നു. മുൻകാലത്ത്, സോവിയറ്റ് യൂണിയൻ കാലത്ത്, ഈ യാത്രിക ജനങ്ങളെ ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂട്ടി കാലിമേച്ചൽ നടത്താൻ നിർബന്ധിച്ചു. ആ സമയത്ത് അവർ തങ്ങളുടെ പരമ്പരാഗത ജീവിതത്തിൽ നിന്ന് അകന്നു. പക്ഷെ കുറഞ്ഞ പക്ഷം സൗകര്യങ്ങൾ ലഭ്യമായിരുന്നു. എന്നാൽ 1991 രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ആ നിർബന്ധം കുറഞ്ഞു. സർക്കാരിന്റെ നിയന്ത്രണം തണുത്തെങ്കിലും ലഭ്യമായിരുന്ന സൗകര്യങ്ങളും ക്രമേണ കുറഞ്ഞുപോയി. പല കുടുംബങ്ങളും വീണ്ടും തങ്ങളുടെ പരമ്പരാഗത ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കാരണം നഗരങ്ങളിൽ ജോലി ലഭിച്ചില്ല, വരുമാനമില്ല, ജീവിതം സ്ഥിരമല്ല. അതിനാൽ പർവ്വതങ്ങൾക്കിടയിൽ പുല്ലുമേയ്ക്കാൻ മൃഗങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ജീവിക്കുന്നത് മാത്രമേ ശേഷിച്ചുള്ളൂ. അവിടുത്തെ ജീവിതം ക്ലേശകരമാണെങ്കിലും കുറഞ്ഞ പക്ഷം സ്വന്തം പ്രയത്നത്താൽ ജീവിക്കാൻ കഴിയുന്ന ഒരു മാർഗമായിരുന്നു അത്. പുറത്തു കാണുന്നത് ഒന്ന്, അകത്ത് നടക്കുന്നത് മറ്റൊന്ന്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സർക്കാർ റോഡുകളും വൈദ്യുതിയും എത്തിക്കാൻ കഴിയാത്തത്, കൂടാതെ പരമ്പരാഗത മര്യാദയും ചേർന്ന് ഈ ജീവിതത്തെ തുടരാൻ പ്രേരിപ്പിക്കുന്നു. മുകളിൽ നോക്കിയാൽ ഇതൊരു ദരിദ്ര ജീവിതമായി തോന്നാം. പക്ഷേ അകത്ത് ഇതാവശ്യവും സാഹചര്യവും പരമ്പരാഗതയും ചേർന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരു ചെറിയ കാര്യം ഓർത്തുവയ്ക്കുക: ഈ കുടുംബം ഒറ്റയ്ക്കല്ല. കിർഗിസ്ഥാനിൽ ഇനിയും ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇതേപോലെ ജീവിക്കുന്നു. അവരുടെ ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നാൽ, രാവിലെ തണുപ്പ് കൂടുതലായിരിക്കുമ്പോൾ ഭർത്താവ് പുറത്തിറങ്ങി വിറക് തിരയുന്നു. ആ ചുറ്റുമുള്ള മരുഭൂമി നിലത്ത് മരങ്ങൾ എവിടെയിരിക്കും? നിരവധി കിലോമീറ്റർ ദൂരെയുള്ള താഴ്വരകളിൽ മാത്രമേ ഉണങ്ങിയ പൊടികളും പഴയ മരങ്ങളുടെ തുണ്ടുകളും കാണൂ. അവ കണ്ടുപിടിക്കണമെങ്കിൽ മഞ്ഞു മൂടിയ നിലം മാറ്റണം. കല്ലുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നവയെ പുറത്തെടുക്കണം. കൈകൾ വെളുത്തു പോകുന്നത്ര തണുപ്പിൽ, വിരലുകൾ വിറച്ചു പോകുന്ന അവസ്ഥയിലും നിർത്താതെ ആ ഉണങ്ങിയ ഭാഗങ്ങൾ ശേഖരിക്കുന്നത് ഒരു യുദ്ധം തന്നെയാണ്. അങ്ങനെ ശേഖരിച്ച വിറകുകൾ ചുമന്ന് വീട്ടിലെത്തി തീ മൂട്ടുന്നു. ആ തീ കത്തിത്തുടങ്ങിയ ശേഷമേ വീട്ടിൽ ചൂട് തുടങ്ങൂ. ഉടനെ ഉണങ്ങിയ ജൂനിപ്പർ ചെടിയെ തീയിലിട്ട് പുകയിടുന്നു. ഇത് വെറും പരമ്പരാഗതമല്ല സുഹൃത്തുക്കളെ, ഇത് കീടങ്ങളെ അകറ്റാനും മുറിയിലെ ഈർപ്പം കുറയ്ക്കാനും ഉപയോഗപ്രദമായ ഒരു പ്രായോഗിക മാർഗമാണ്. ആ പുക പതുക്കെ വീട് മുഴുവൻ പടർന്ന് ഒരു സംരക്ഷണമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഭാര്യയാകട്ടെ തൻ്റെ ജോലികളിൽ മുഴുകിയിരിക്കും. പാൽ കറന്നുകൊണ്ട്, മാവ് പിസഞ്ഞുകൊണ്ട് ഒരേ സമയം പല ജോലികളും ചെയ്യുന്നു. തണുപ്പെത്രയുണ്ടെങ്കിലും ആ ജോലികളിൽ വിശ്രമമുണ്ടാവില്ല. മകൾ അമ്മയുടെ അടുത്തിരുന്ന് മാവെടുത്ത് നൂഡിൽസ് പോലെ നീളമാക്കി ചെറിയ ചെറിയ കഷണങ്ങളായി മുറിക്കുന്നു. അതവരുടെ ദൈനംദിന ഭക്ഷണം തയ്യാറാക്കുന്ന രീതിയാണ്. അവരുടെ ഭക്ഷണവും അതുതന്നെ: മാംസം സൂപ്പ്, പുതിയ പാൽ, ഉണങ്ങിയ മാംസം.
പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് അവിടെ അസാധ്യമായതിനാൽ അവർ പൂർണ്ണമായും മൃഗങ്ങളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഇതെന്തുകൊണ്ട് പ്രധാനമെന്നാൽ ഈ ക്ലേശങ്ങൾ അവരുടെ ഇടയിലുള്ള ബന്ധത്തെ എത്ര ശക്തമാക്കുന്നു എന്ന് നോക്കൂ. രാത്രിയിൽ താപനില 0 താഴെ പോയാൽ ആ തണുപ്പിനെ ഒരാൾക്ക് മാത്രം താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഭർത്താവും ഭാര്യയും ഒരാളോടൊരാൾ അടുത്ത് ചേർന്ന് കിടക്കുന്നു. ഇത് വെറും സ്നേഹം കാണിക്കുന്ന വഴിയല്ല, അത് ജീവിക്കാനുള്ള ആവശ്യമാണ്. ശരീരത്തിൻ്റെ ചൂട് പങ്കിട്ടുകൊണ്ട് മാത്രമേ ആ തണുപ്പിനെ ഏതാണ്ട് കുറയ്ക്കാൻ കഴിയൂ. കനത്ത പുതപ്പുകൾക്കടിയിൽ അവർ അടുത്തടുത്തിരിക്കുമ്പോൾ ഒരാളുടെ ശ്വാസം മറ്റൊരാൾക്ക് തട്ടുന്നു. ആ ചൂട്, ആ ശ്വാസം പുറത്തുള്ള ശക്തമായ തണുപ്പിൽ ഒരു ചെറിയ സുരക്ഷയായി തോന്നുന്നു. അവിടെ വാക്കുകൾ കൂടുതലുണ്ടാവില്ല, സംസാരിക്കാൻ ശക്തി പോലും ഇല്ലായിരിക്കാം. പക്ഷേ ഒരു സ്പർശം, ഒരടുപ്പം, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് പറയാൻ മതി. ഇവിടെ സ്നേഹം വാക്കുകളിൽ കാണുന്നില്ല, പ്രവൃത്തികളിൽ കാണാം. ഒരാളെ ഒരാൾ സഹായിക്കുന്നത്, ഉത്തരവാദിത്തം പങ്കിടുന്നത്, തണുപ്പിൽ കൈകൾ തേച്ചു കൊടുക്കുന്നത്, ഇവയാണ് അവിടുത്തെ സ്നേഹത്തിൻ്റെ രൂപങ്ങൾ. ഇത് സിനിമകളിൽ കാണിക്കുന്ന റൊമാൻസ് അല്ല, സാഹചര്യങ്ങളിൽ നിന്ന് ജനിച്ച, ജീവിതം പഠിപ്പിച്ച യഥാർത്ഥ ബന്ധമാണ്. ഇവിടെ ഒരു ആഴമുള്ള ധാരണയുമുണ്ട് സുഹൃത്തുക്കളെ. ഈ കുടുംബം മൃഗങ്ങളെ വളർത്തുന്നു. പശു, ആട്, ബീജ്, യാക്ക്, ഒട്ടകം. ഈ മൃഗങ്ങൾ അവർക്ക് വെറും ഭക്ഷണത്തിനു മാത്രമല്ല, വരുമാനത്തിനും പ്രധാനമാണ്. പാൽ, മാംസം, തോൽ ഇവയെല്ലാം അവരുടെ ജീവനാധാരമാണ്. പക്ഷേ അവ വിൽക്കാൻ അടുത്ത് ഗ്രാമമില്ല, മാർക്കറ്റ് അതുകൊണ്ട് ഈ മുഴുവൻ സംവിധാനവും ഭാഗ്യത്തിൻ്റെ മേൽ ആശ്രയിച്ചിരിക്കുന്നു. ഒരു തവണ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ, മൃഗങ്ങൾ ദുർബലമായാൽ, അല്ലെങ്കിൽ വിനിമയം ശരിയായി നടന്നില്ലെങ്കിൽ ആ പ്രത്യാഘാതം നേരിട്ട് കുടുംബത്തിന്മേൽ വീഴും. ഭക്ഷണം കുറയും, ജീവിതം കൂടുതൽ ക്ലേശകരമാകും. സുഹൃത്തുക്കളെ, ഇന്ത്യയിലും ഹിമാലയത്തിലെ ദൂരമുള്ള ഗ്രാമങ്ങളിലും ഇത്തരം ക്ലേശങ്ങളുണ്ട്. ഉദാഹരണത്തിന് ലഡാക്കിലോ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലോ ചിലയിടങ്ങളിൽ ആളുകൾ ഇപ്പോഴും റോഡുകളില്ലാതെ തണുപ്പ് ശക്തമായിരിക്കുമ്പോൾ ജീവിക്കുന്നു. നമ്മുടെ സാധാരണ മനുഷ്യർ ഈ കഥ കണ്ടാൽ നമുക്കെത്ര സൗകര്യങ്ങളുണ്ടെന്ന് ഓർമ്മ വരും. ഫോൺ ചാർജില്ലെന്ന് പരാതിപ്പെടുന്ന നമുക്ക് ഇതൊരു പാഠമാണ്. ലോകതലത്തിൽ നോക്കിയാൽ ഇത്തരം ഏകാന്ത ജീവിതങ്ങൾ ലോകമെമ്പാടുമുണ്ട്. കാലാവസ്ഥാ മാറ്റം മൂലം മഞ്ഞുരുകുന്നത്, പുല്ല് കുറയുന്നത് എന്നിവയാൽ ഈ കുടുംബങ്ങൾ കൂടുതൽ ക്ലേശിക്കുന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആധുനികത എത്ര മുന്നോട്ടു പോയാലും ചിലർ ഇപ്പോഴും പ്രകൃതിയുടെ കൃപയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഭാവിയെക്കുറിച്ച് സംസാരിക്കാം. ഏറ്റവും നല്ല സാഹചര്യം എന്താണെന്നാൽ, സർക്കാർ റോഡുകളിട്ടാൽ, സോളാർ പാനലുകൾ നൽകിയാൽ, ടൂറിസം വന്നാൽ ഈ കുടുംബങ്ങൾക്ക് ചില സൗകര്യങ്ങൾ ലഭിക്കാം. കുട്ടികൾ പഠിച്ച് നല്ല ജീവിതം നയിക്കാം. പക്ഷേ ഏറ്റവും മോശമായ സാഹചര്യം എന്താണെന്നാൽ, കാലാവസ്ഥാ മാറ്റം മൂലം മഞ്ഞ് കൂടുതൽ പെയ്ത് മൃഗങ്ങൾ ചത്താൽ ഭക്ഷണമില്ലാതെ അവർ നഗരങ്ങളിലേക്ക് കുടിയേറേണ്ടി വരും. അപ്പോൾ അവരുടെ പരമ്പരാഗതി, ബന്ധങ്ങൾ, ഈ ഏകാന്ത സൗന്ദര്യം എല്ലാം നഷ്ടപ്പെടും. ഇതൊരു സംസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്നത് പോലെയാണ്. സുഹൃത്തുക്കളെ, ഈ കഥയിൽ ഒരു ചെറിയ കാര്യം മറക്കരുത്. ഈ കുടുംബം ദിവസം മുഴുവൻ ജോലി ചെയ്യുന്നു, പക്ഷേ വൈകുന്നേരം ഒരു തവണ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. പ്രാർത്ഥന ചെയ്ത് വാക്കുകളില്ലാതെ തന്നെ ഒരാളെ ഒരാൾ മനസ്സിലാക്കുന്നു. പുറത്ത് കാറ്റ് ഭിത്തികളിൽ ഇടിക്കുമ്പോൾ അകത്ത് അവരുടെ ചൂട് ഒരാളെ ഒരാൾ രക്ഷിക്കുന്നു. ഇത് നമ്മോട് എന്താണ് പറയുന്നത്? നമുക്ക് എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതം എന്നാൽ ഒരാൾ ഒരാൾക്ക് ആശ്രയമാവുന്നത്, ക്ലേശങ്ങളിലും ചിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ എന്തു പറയുന്നു? നാം ഈ കുടുംബം പോലെ പൂർണ്ണ ഏകാന്ത ലോകത്ത് യാതൊരു സൗകര്യവുമില്ലാതെ പരാതിപ്പെടാതെ ജീവിക്കാൻ കഴിയുമോ? ദിവസവും നേരിടുന്ന ചെറിയ ചെറിയ അസൗകര്യങ്ങൾക്ക് പോലും നാം അസഹനം കാണിക്കുന്ന ഈ ദിവസങ്ങളിൽ, ഇത്തരം ക്ലേശകരമായ സാഹചര്യത്തിലും അവർ കാണിക്കുന്ന ക്ഷമയും ഉറച്ച മനസ്സും നാം ചിന്തിക്കേണ്ട വിഷയമല്ലേ? അല്ലെങ്കിൽ നമുക്കിപ്പോഴേയുള്ള സൗകര്യങ്ങളെ ഓർത്ത് അവയുടെ മൂല്യം യഥാർത്ഥമായി മനസ്സിലാക്കി നന്ദിയോടെ ജീവിക്കണോ? നമുക്ക് സാധാരണമായി തോന്നുന്ന വൈദ്യുതി, വെള്ളം, ഭക്ഷണം, സൗകര്യമുള്ള വീട്,
ഇവയെല്ലാം എത്ര വലുതാണെന്ന് നാം എപ്പോഴെങ്കിലും യോജിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമന്റുകളിൽ പറയൂ. ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്തനുഭവിച്ചു, എന്തു പഠിച്ചു എന്നും പങ്കുവയ്ക്കൂ. ഇത്തരം യഥാർത്ഥവും ചിന്തയുണർത്തുന്നതുമായ കഥകൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കൂ. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ.